നൈജീരിയയിൽ ഓശാന ഞായറാഴ്ച ദിനം മുസ്ലിം തീവ്രവാദികൾ നടത്തിയ ആക്രമണത്തിൽ 40 പേർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട്. ക്രിസ്തുമത വിശ്വാസികളായ കർഷകർ താമസിക്കുന്ന പ്ലാറ്റോ സ്റ്റേറ്റിൽ ഓശാന ഞായറാഴ്ചത്തെ പ്രദക്ഷിണത്തിനിടെയാണ് ആക്രമണം നടന്നത്. മരണസംഖ്യയെക്കുറിച്ച് രാജ്യത്തിൻ്റെ പ്രസിഡന്റ് ബോന ടിനുബു തന്നെയാണ് വെളിപ്പെടുത്തിയത്. ഈ ആക്രമണത്തോടെ മാർച്ച് അവസാനം മുതൽ പ്ലാറ്റോ സ്റ്റേറ്റിൽ തുടർച്ചയായി നടക്കുന്ന ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 113 ഉയർന്നതായി ഓപ്പൺ ഡോഴ്സ് റിപ്പോർട്ട് ചെയ്തു. മുസ്ലിം ഫുലാനി തീവ്രവാദികൾ കുറഞ്ഞത് 8 സമൂഹങ്ങളെ ആക്രമിച്ചതായും 300-ലധികം വീടുകൾ നശിപ്പിക്കുകയും 3000-ലധികം ആളുകൾ പലായനം ചെയ്യുന്നതിനും കാരണമായെന്നും ഓപ്പൺ ഡോഴ്സ് റിപ്പോർട്ട് ചെയ്തു. ഏതാനും ആഴ്ചകൾക്ക് മുൻപ് സ്വന്തം ഭൂമിയിൽ കൃഷി ചെയ്യുകയായിരുന്ന 3 ക്രൈസ്തവ വിശ്വാസികളെയും ഗർഭിണിയും 10 വയസ്സുള്ള പെൺകുട്ടിയും ഉൾപ്പെടെ ഒരു മൃതസംസ്കാരത്തിനായി എത്തിയ 11 ക്രിസ്ത്യാനികളെയും തീവ്രവാദികൾ അതിക്രൂരമായി കൊലപ്പെടുത്തുകയും ചെയ്തു. ഓശാന ദിനത്തിൽ നടന്ന ആക്രമണത്തിൽ അവർ ക്രൈസ്തവരെ കൊലപ്പെടുത്തുക മാത്രമല്ല ചെയ്തതെന്നും തീവ്രവാദികൾ വീടുകൾ കൊള്ളയടിക്കുകയും അതിനുശേഷം തീയിട്ട് നശിപ്പിക്കുകയും ചെയ്തുവെന്നും പ്രദേശവാസിയും ആക്രമണത്തിന് സാക്ഷിയുമായ ആൻഡി യാക്കുബു എന്നയാൾ പറഞ്ഞു. മരണസംഖ്യ 50 കവിയുമെന്നും അദ്ദേഹം വെളിപ്പെടുത്തി.